ബഹുമാന്യ സദസ്, ഒരു ഗ്രാമീണ പശ്ചാത്തലത്തിൽ സന്തോഷവും പരിഭവവും പങ്കുവയ്ക്കുന്ന ഒരുപിടി മനുഷ്യരെ പ്രോബസ് നാടകക്കൂട്ടം ഇത്തവണ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു. ഇത് ഞങ്ങളുടെ 3ാമത് നാടകമാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇതുവരെ നൽകിയ പ്രോത്സാഹനവും ഊർജവുമാണ് ഞങ്ങളുടെ കരുത്ത്. നിങ്ങളുടെ അനുഗ്രഹവും വിലയേറിയ അഭിപ്രായങ്ങളും പ്രതീക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ ആരംഭിക്കട്ടെ. അബ്ദുഖാന്റെ തട്ടുകട. ജയം പ്രസാദ്, ജയം ഡിജിറ്റൽ, പുറക്കാട്. സാങ്കേതിക സഹായം ഖനീഷ് മത്തപ്പള്ളി. രംഗത്ത് ശ്രീ രവിപ്രസാദിനോടൊപ്പം PC അനിൽകുമാർ, ജോർജ് വർഗീസ്, PN കരുണാകരൻ, MR ശ്രീകുമാർ, മുഹമ്മദ് സഹീർ, ചന്ദ്രശേഖരൻ, MN ഓമനകുമാർ, PG ഉണ്ണികൃഷ്ണൻ, KR പ്രസന്നകുമാർ, MK വിജയകുമാർ, M ശശിധരൻ, S സോമരാജൻ, KB പ്രവീൺ കുമാർ, ഹരികുമാർ, അലക്സാണ്ടർ P ജോർജ്, ജയകുമാർ SK, ശ്രീയക്ക, പുലോമജ സാനു, ശ്രീദേവി പിള്ള, സിന്ധു ദേവലാൽ, ഗീതാകുമാരി, ജ്യോതിലക്ഷ്മി, ജിജി സാം, CR നദി, P അമ്പിളി, ആശാകുമാരി V. നാടകരചനയും സംവിധാനവും രവിപ്രസാദ് മായാലി. രാത്രി ലൈറ്റായിരുന്നു. നിന്റെ പണിക്ക് ഉറങ്ങാൻ പറ്റത്തില്ലല്ലോ. അത്രയും ഉത്തരവാദിത്വമുള്ള പണിയല്ലയോ. ഒരു ഗുണവുമില്ലായിരുന്നു. ഉറക്കം അടച്ചതിന് മിച്ചം. എന്തു പറ്റി? 2 ദിവസം മുമ്പ് കല്യാണം കഴിഞ്ഞ വീടാ. പുത്തപ്പെണ്ണ് കയറി വന്ന വീടാണ് നോട്ടം ഇട്ടത്. ശരീരമാസകരം സ്വർണം കൊണ്ടാ പെണ്ണ് വന്ന് കയറിയത്. ഫലം ജനലടുത്ത് മാറ്റി അകത്ത് കയറാൻ തന്നെ 2 മണിക്കൂർ എടുത്തു. അലമാരയും മേശയും അയേ കിടന്ന അണ്ടർവെയർ വരെ അരിച്ചു പെറുക്കി നോക്കി. ദരിദ്രവാസികൾ ഒരു പണവിടെ പൊന്നുപോലും അവിടെ വെച്ചിട്ടില്ല. വൃത്തികേട്ടന്മാരെല്ലാം കൊണ്ടുപോയി ലോക്കറിൽ വെച്ച്. അതിനൊരു കാര്യം ചെയ്യടാ പവിത്ര. കല്യാണം നടന്ന അന്ന് രാത്രി തന്നെ ചെന്നങ്ങ് കയറണം. അതെങ്ങനാ? ആദ്യ രാത്രി ചെറുക്കനും പെണ്ണിനും ഉറക്കം കാണുമോ? അതൊക്കെ ഒരു ചായയുടെ ആശുണ്ടോ? പറ്റിലെഴുതിക്കോ. നിന്റെ പറ്റെഴുതി ബുക്ക്. പുതിയൊരു ബുക്ക് ഞാൻ വാങ്ങിച്ചു തരാം. നിനക്ക് തരാൻ ഇവിടെ ചായ ഇല്ല. ഓ എഴുതൂ. അബ്ദുക്ക, ഒരു ചായ അവിടെ കൊടുക്ക്, കാശ് ഞാൻ തരാം. ആരുടെ ഓസിനുള്ള ചായ എനിക്ക് വേണ്ട. അബ്ദുക്ക ഒരു ചായ ഇട്. നാളെ മുരുകൻ്റെ അമ്പലത്തിൽ തൈപ്പൂയമാണ്. നല്ല തിരക്കുള്ള ദിവസമാണ്. എന്തെങ്കിലും തടയും. മറ്റന്നാ രാവിലെ ഇക്കാടെ പറ്റി ഞാൻ തീർത്തോളാം. പോരെ? നിന്റെ പോക്കറ്റടി പിന്നെയും തുടങ്ങിയോ? പോലീസുകാർ പൊക്കിയാ നിന്റെ പറ്റ എങ്ങനെ തീർക്കും? അവരെന്നെ പൊക്കത്തിലേക്കാ. അവർക്കുള്ള പണി ഞാനങ്ങ് കൊണ്ട് കൊടുക്കത്തില്ലയോ? നീനക്ക് ഈ പവിത്രൻ എന്ന് പേരിട്ടത് ആരാ? അച്ഛനാണെന്നാ അമ്മ പറയുന്നത്. എടാ, നാട്ടുകാരുടെ മുമ്പ് നിനക്കൊരു ഓമന പേരിട്ടിട്ടുണ്ടല്ലോ, കള്ളം പവിത്രൻ. ആക്കല്ലേ, രാവിലെ എന്റെ കൈ വെറുതെ മെനക്കെടുത്തില്ലേ? എടാ, ഇടയ്ക്കൊക്കെ നാട്ടുകാരുടെ കയ്യിൽ മെനക്കെടുത്താറുണ്ടല്ലോ. ദയിക്കാം, ഇയാളെ പറഞ്ഞു വിട്ടോ, ഇല്ലെങ്കിൽ ഇവിടെ ഒരു ചോരക്കളമായി മാറും. ദയവ് ചെയ്ത് നീ ഒന്ന് പോയി തരാമോ? ചായ കുടിച്ചിട്ട് വേഗം തരപ്പെട്ടു. അബ്ദിക്ക, ഇത് കണ്ടോ? ദൈവമാതാവിന് വില കൂടിയെന്ന്. ദൈവമാതാവിനോ? എന്താടാ നോക്കട്ടെ. ഓ, അക്ഷരം അറിയാൻ വയ്യാതെ വന്നിരുന്ന് വായിക്കുന്നു. എടാ,
മൈദാമാവിന് വില കൂടിയെന്നാ. അക്ഷരം പഠിക്കാത്തവരൊക്കെ പത്രം വായിച്ചാൽ ഇങ്ങനെ ഇരിക്കും. എന്നാ നീ ഒന്ന് വായിക്കേ. അത് ഞാൻ കണ്ണാടി എടുത്തില്ല. ഉള്ള പള്ളിക്കൂടത്തിന്റെ വാതിൽ കണ്ടിട്ടില്ലാത്തവരോടാ വായിക്കാൻ പറയുന്നത്. ഒരു ഉഴുന്നോടെ എടുക്കുവാണേ. കൈയിട്ടെടുക്കാത്ത വൃത്തികെട്ടാണേ. ഇത് കറവകളാത്ത കയ്യാ. വന്ന് അബ്ദുൽ ഖാന്റെ ഉഴുന്നുവടയുടെ തുളയുടെ വലിപ്പം കൂടുന്നുണ്ട്. ആ ഉഴുന്നിന് എന്നാ ഇപ്പൊ വില നിനക്കറിയാമോ? ഇന്ന് എന്നാ പറ്റി ജമീല? താമസിച്ചല്ല. കറക്കാൻ പറ്റിയില്ല, പശു ഇടഞ്ഞു. ലക്ഷങ്ങൾ വില കൊടുത്ത് വാങ്ങുന്ന ആനയുടെ പിന്നെ ഒരു ജമീല. ജമീല പശു പശു. ഇക്ക ഇന്ന് കാശ് വേണ്ടാട്ടോ, നാളെ തന്നാ മതി. തായ്പൂയം കാണാൻ പോണം. എന്നാ പൈസ നാളെ രാവിലെ ഞാൻ വെച്ചേക്കാം. നീ നാളെ രാവിലെ വന്നേ. ജമീലെ, ഈ കാതി കിടക്കുന്ന ഞാത്ത് കൊള്ളാമല്ലോ. സ്വർണ്ണമാണോ? ആണെങ്കിൽ ഇതിട്ടോണ്ട് തൈപ്പൂയത്തിനൊന്നും പോകല്ലേ. നീ അത് കണ്ണു വെക്കണ്ട കേട്ടോ. പാവം പശുവിനെ തീറ്റിപ്പോറ്റി പാൽ വിട്ട് കഴിയുന്ന കൊച്ച അവളെ കൂട്ടേരെ. ഇക്ക ഞാൻ പോവാ. എന്റെ എത്രയായിക്കാം? ഒരു ചായ 2 കടി. 30. അവന് കടി ഇച്ചിരി കൂടുതലാ. അതെന്താ? അവനെ പാലുകാരി പെണ്ണിന്റെ കൂടെ പോകുന്നതാണ്. മഹാതരികയാണ്. നിന്റെ അത്രയും തരിയുടെ ഒന്നുമല്ല. അയ്യടാ, നാട്ടുകാരുടെ കുറ്റം പറയാൻ നടക്കും. ഓ, പവിത്രൻ എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് അത്ര സുഖിക്കുകയല്ല. ഒരു സുഖിയൻ എടുക്കുവാണേ. കാശ് വന്നിട്ട് പോടാ. എന്തിനു വേണം തന്റെ ചായയും കടിയും? പറ്റിലിരിക്കും. നീ ഗുണം പിടിക്കത്തില്ലടാ. കണ്ടോ ആ കള്ളപ്പോത്തൻ എന്നെ കണ്ടോ ഓടി പോകുന്നത്? ആണോ? കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി അവൻ എന്റെ 2 പൂവൻകോഴി അടിച്ചോണ്ട് പോയത്. എന്റെ വീട്ടിൽ ഒരു പൂവൻ താറാവിനെ വാങ്ങി നിർത്തിയിട്ടുണ്ട്. അതിന്റെ ഗതി ഇനി എന്താകുമോ? മത്തായിച്ചിനെന്താ ഇന്ന് പണി നേരത്തെ നിർത്തിക്കളഞ്ഞേ? വെയിലറച്ച് ഇനി വൈകിട്ടിറങ്ങാം. ഒരു ചായ എടുക്കട്ടെ? എടുത്തോ. ഞാൻ വരുമ്പോഴൊക്കെ നീ എനിക്കൊരു ചായ തരുന്നില്ലേ? ഇന്നത്തെ കേരള ചായ, ഇന്നത്തെ കാരുണ്യം പറഞ്ഞ എടുക്കട്ടെ. നിന്റെ കയ്യിൽ നിന്ന് ഞാൻ ടിക്കറ്റ് എടുക്കാൻ തുടങ്ങിയിട്ട് കുറെ നാളുകളായി. ഇതേപോലെ ഒരു 100 രൂപ പോലും എനിക്ക് അടുപ്പിച്ചില്ലല്ലോ. പല വട്ടം എടുക്കുമ്പോൾ ഒരു വട്ടം അടിക്കും. ഇക്ക പറഞ്ഞ എടുക്കട്ടെ. ഇതേ ഭാഗ്യ നമ്പർ 65 പൂജ്യമായിട്ട് ഒരു സമാനം ഉറപ്പാ. എന്നാ ആ ടിക്കറ്റ് നീ തന്നെ എടുത്താ പോലെ. എങ്കിൽ ഈ ടിക്കറ്റ് ഇക്കായി ഇരിക്കട്ടെ. കൈനീട്ടം വിട്ടിട്ടിരിക്ക. ഇക്കാന്റെ കൈനീട്ടം പോലിക്കുന്നതാ. നീ എന്നെ സോപ്പിടല്ലേടാ സരസ. നീ അറിഞ്ഞതാ? അണ്ണാ കൈ നോക്കണ, അണ്ണാ കൈ നോക്കണ. ഓ, ഇത് ഞാൻ എന്റെ കുഴപ്പം കൂടെ ഉള്ളു. കൈ നോക്കണ അണ്ണാ, കൈ നോക്കണ, കൈ നോക്കണ അണ്ണാ. ഫലം ചൊല്ലും. ഒരു ടിക്കറ്റ് എടുക്കുവാങ്കേ സമ്മാനം അടിക്കും. കൈ നോക്കണ അണ്ണാ. ടിക്കറ്റ് എടുക്കുവാങ്കേ കൈ നോക്കണ്ട. ടിക്കറ്റ് എടുക്കുവാങ്കേ. ഇന്നത്തെ കേരള സാറേ. அந்த முருகன் கோவிலே எங்க இருக்கு? നേരെ പോയാൽ മതി. അണ്ണാ அந்த കൈരേഖ നോക്കി ഫലം ചൊല്ലട്ടെ. ഈ കയ്യിലൊന്നും ഇല്ലെന്നേ. പണിയെടുത്ത് തഴമ്പ് കൊണ്ട് രേഖയെല്ലാം മാഞ്ഞു പോയി. മുഖലക്ഷണം ചൊല്ലട്ടെ അണ്ണാ. നല്ല അഴകാണ മുഖം. ആണോ? എന്റെ ഭാര്യ പോലും ഇതുവരെ പറഞ്ഞിട്ടില്ല. അതുവേ ഇവക്കൊരു ചായ കൊടുത്തേര്. கடவுளே ആ കയ്യൊന്ന് തരുമാ? உங்களுக்கு பெரிய பாக்கியம் வரப்போறே. പിന്നെ എന്റെ ഭാഗ്യം നിങ്ങളുടെ കയ്യിലാ. உங்களுக்கு பெரிய ധനം വന്നു ചേരും. ഞാൻ പോയി ചൊല്ലില്ലേ, സത്യം மட்டுം ചൊല്ലും. ഒരു 100 രൂപ ലക്ഷണം വെക്കുമാ? അബ്ദുവേ, എന്തായാലും തന്റെ ഭാവി ഒന്ന് നോക്ക. 100 രൂപയ്ക്കുള്ള ഭാഗ്യമൊന്നും എനിക്കറിയണ്ട. 50 രൂപ. ഈ ചായ അങ്ങോട്ട് കൂടി 10 രൂപ തരും. ചായ മുറി. என்ன சொல்லுண்ணா, ഞാൻ அந்த பொள்ளாச்சி பக்கத்துன்னு வருவேன். அந்த கோவிலும் பக்கத்து ഉത്സവമാണെന്ന് തിരിച്ചു വന്നാച്ച്. 10 രൂപ കൊടുക്കണോ? കൈ നീട്ടണ്ണാ. നീ എന്റെ കൈ പിടിക്കണ്ട, ഫലം പറഞ്ഞാ മതി. എന്നാണ് അത്? ഇത് കയ്യല്ലേ? കൈയല്ലാതെ പിന്നെ കാലാണ്. ഇത് സാധാരണ
இன்னைக்கு 3ஆம் பக்கம் உங்களுக்கு பெரிய பணம் வந்து சேரும். ஒரு கோடீஸ்வரனாகும். நினைச்சிருக்காதே, பெரிய சொர்ணம் வந்து சேரும். സത്യമാണോ? ഈ മാരിയമ്മ കളവ് ചൊല്ലില്ലേ? സത്യമേ ചൊല്ലും. ഈ കട മാറി പെരിയ ഹോട്ടൽ വന്ന് ചേരും. ചിന്ന വീട് മാറി ബംഗ്ലാവ് പണിയും. തീർന്നു. ഓട്ടെ ചേട്ടാ. മത്തായിച്ചു. ഓ, അവര് പറഞ്ഞതിൽ വല്ല സത്യവും കാണുമോ? പറഞ്ഞത് നീ നിസ്സാരമായി കാണരുത്. ചിലപ്പം സത്യമാകാം. അതുവേ ഞാൻ പോവാ. പെണ്ണമ്മ കഞ്ഞി വെച്ച് കാത്തിരിക്കും. ആയിക്കോട്ടെ. അല്ല, ആരിത്? പഞ്ചായത്ത് പ്രസിഡന്റ് സരോജ ടീച്ചറാണോ? നല്ല ഭൂരിപക്ഷത്തോടല്ലയോ ജയിച്ചത്? ഇന്നലെയായിരുന്നു സത്യപ്രതിജ്ഞ. അതിന്റെ നന്ദി അറിയിക്കാൻ കൂടി വന്നതാ ഞാൻ. ഞാനോ? ഞങ്ങൾ ഇതുപോലൊരു ഇലക്ഷൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ടീച്ചർ ജയിച്ചപ്പോൾ ഞങ്ങൾ താഴെ നിർത്തിയില്ല. പിന്നെ എവിടായിരുന്നു? ഈ കൈ കൊണ്ട് ഞങ്ങളങ്ങ് കോരി എടുത്തില്ലേ? പീതാംബര, എന്റെ വാർഡിലെ നവലഞ്ചാലൻ മരിച്ചു പോയപ്പോൾ ആദ്യം ഓടിയെത്തിയത് ഞാനാ. ആണോ? ആദ്യത്തെ റീത്ത് വെച്ചത് ഞങ്ങളാ. തുടക്കം മുതൽ ദഹനം വരെ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. എൻ്റെ ജീവിതത്തിൽ ഇതുപോലൊരു ദഹനം ഞാൻ കണ്ടിട്ടില്ല. നല്ല അസല് ദഹനമായിരുന്നു. അതിൻ്റെ ഒരു സന്തോഷം ഇതുവരെ മാറിയിട്ടില്ല. പീതാംബര, ഓ, നിർത്തി. അബ്ദുക്ക, ഓ, നാളെ വൈകിട്ട് 3 മണിക്ക് പഞ്ചായത്ത് ഹാളിൽ ഞാനൊരു മീറ്റിംഗ് വെച്ചിട്ടുണ്ട്. ഒരു 50 പേരെങ്കിലും കാണും. അവർക്കുള്ള ചായയും കടി അങ്ങ് എത്തിക്കണേ. അതിനെന്താ, എത്തിക്കാമല്ലോ. ശരി, പോട്ടെ അബ്ദുക്ക. ആ, ഒരു കാര്യം പറയാനുണ്ടായിരുന്നേ. എന്താ? ഈ വഴി ലൈറ്റുകളൊന്നും കത്തുന്നില്ല. ബൾബ് ഇട്ടതാണല്ലോ. ആരോ എറിഞ്ഞ് ഉടയ്ക്കുന്നുണ്ട്. ഞങ്ങൾക്ക് അവനെയാ സംശയം. ലവനെ, ആ കള്ളമ്പോത്തനെ. ഇക്ക, വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. വേണോ? അബ്ദുക്കാന്റെ പറ്റി ഞാൻ ഇപ്പൊ തീർക്കാൻ പോവാ. ഇത് ഒരര പവനുണ്ട്. ദേ, ഇത് വെച്ചിട്ട് 1000 രൂപ കിട്ടരുതേ. പട്ടാപ്പകല് നീ ഇത് എവിടെ നിന്ന് അടിച്ചു മാറ്റി? അതൊന്നും അറിയണ്ട, വേറെ കാശെടുക്ക. ആ പറ്റി ഞാൻ തീർത്തേക്കാം. ആ, വയസ്സാകാലത്ത് നീ എന്നെ സ്റ്റേഷനിൽ കയറ്റിച്ച് അടവും. പോടാ. എന്താ കരുണാകരൻ സാറേ? എന്തോ പറയാനാ, ഞാൻ എൻ്റെ മോതിരം ഒരു കരയിൽ വെച്ചിട്ടൊന്ന് കുളിക്കാൻ എവിടെ നിന്ന് വന്നെന്നറിയില്ല. ആ കള്ളം പൗത്രൻ അതും അടിച്ചുകൊണ്ട് ഒറ്റ ഓട്ടം. വയ്യാത്ത ഞാൻ പുറകെ ഓടി വരുക. അല്ലാ, അത് കരുണാകരൻ സാറിൻ്റെതായിരുന്നു. പണയം വെക്കാൻ ഇവിടെ കൊണ്ടുവന്നവൻ 1000 രൂപയ്ക്ക്. ഏതായാലും അത് വാങ്ങാതിരുന്ന കാര്യമായി. അതേ മുക്കുകൊണ്ടാണ് വാങ്ങിക്കാതിരുന്നത് നന്നായി. അത് വാങ്ങലെന്ന് പറയാൻ ഞാൻ വന്നതാണ്. എന്താ രാമകുട്ടി? അബ്ദുക്ക, എന്റെ പേഴ്സ് കാണുന്നില്ല. ഇവിടെ കണ്ടോ? അതിന് തെരഞ്ഞിട്ട് കാര്യമില്ല. ലാവൻ കള്ളപ്പൗത്രനെ അടിച്ചു മാറ്റിയതായിരിക്കും. അയ്യോ, അവൻ എങ്ങോട്ടാ പോയത്? അങ്ങോട്ടും. അബ്ദുക്കോ, ആളൊന്നും ഒഴിയട്ടെ നേരത്തെ ഞങ്ങൾ കാത്തിരിക്കുകയായിരുന്നു. ഓ, രാവിലെ 10 മണിക്ക് ക്യൂ നിൽക്കാൻ തുടങ്ങിയതാണ്. ഇപ്പോഴാ ഒരു ചെറുത് കിട്ടിയത്. തൈപ്പൂയത്തിന്റെ ക്യൂവാ. കാവടിയാട്ടം, തങ്കമണിത്തീയാട്ടം, മനസ്സിലെ അമ്പലത്തിൽ തേരോട്ടം, പൈലടിക്കാനുള്ള തേരോട്ടം. ഇതെന്റെ കടയാ കേട്ടോ, എന്റെ അന്നമുട്ടിക്കല്ലേ. രഹസ്യമായിട്ട് എടുക്കണ്ടേടാ. ആരെങ്കിലും കണ്ട അബ്ദുന്റെ കട കൂട്ടത്തിയോ? എങ്കിൽ നമുക്ക് അരി തുടങ്ങാം. എന്റെ വയറ്റത്ത് അടിക്കല്ലേടാ ചാക്കോ. ഗ്ലാസ്, ചേട്ടാ ഗ്ലാസ്, എന്നാ ഗ്ലാസ്. അങ്ങോട്ട് ബാധിക്കടാ. സോഡ ഉണ്ടോ ഇക്ക? പിന്നെ സോഡ ഇല്ല. ലവ് വരുന്നുണ്ട്. അയ്യോ, പരസ്യമായിട്ട് കടയിലിരുന്ന് മദ്യപിക്കുന്നു. ഇത് ഞാൻ എല്ലാവരെയും അറിയിക്കും. പോലീസിനെ അറിയിക്കും. പോലീസിന് പിടികൊടുക്കാൻ നടക്കുന്നവൻ നീ എങ്ങനെയാണ് പോലീസിനെ അറിയിക്കുന്നത്? ഞാനിപ്പോ പഞ്ചായത്ത് മെമ്പറെയും അറിയിക്കും. പുതിയതായി വന്ന മെമ്പർ ആയതുകൊണ്ട് ഇത് കാര്യമായിട്ട് എടുക്കും. എനിക്കാണെങ്കിൽ വെള്ളവടിപ്പാട്ടുകളെ കാണുന്ന തന്നെ ചെറുത്തേടാ. ഞാൻ എല്ലാവരോടും പറയാൻ പോവാണേ. നീ പോയി പറ. ഓ, പറയടാ.
നീ പോയി പറ കണ്ടിട്ട് തന്നെ കാര്യം. ദേ വേണമെങ്കിൽ ഞാൻ ക്ഷമിക്കാം, പക്ഷെ ഒരു കരാറുണ്ട്. എന്താണ് നിന്റെ കരാറ്? ഓടാ ഓടാ. അണ്ണാ, അണ്ണന്മാരെ ഒരു പെഗ് എനിക്കൂടെ തരണം. തരില്ല. പോടാ, പോടാ, പോടാ. ഇല്ലേ? നിനക്ക് തരാനില്ല. അണ്ണ അങ്ങനെ പറയല്ലേ അണ്ണ, ഒരു 60 മില്ലി കൊടുത്തു വിട്. ഇല്ലല്ലേ മക പെശക. ഇത് വലിച്ചോട് പോക്കണം, ഇവിടെ നിന്ന് നിന്നേക്കരുത്. അണ്ണ ടച്ചിക്കൊന്നുമില്ലേ? എടാ കൈയിട്ടെടുക്കരുതെന്ന്. പോടാ. അണ്ണ പിന്നെ ഒന്നും ആയില്ലണ്ണ, ഒരു പെഗ്. ഇല്ലടാ പോടാ. എടാ പോടാ. പോടാ. ഇവിടെ നിൽക്കാതെ പോടാ, പോടാ, പോടാ. ഇല്ലേ? എന്നാ നിങ്ങളെ ഞാൻ പൊക്കും. ശല്യമായല്ലോ, ഒരെണ്ണം കൂടെ അങ്ങ് കൊടുത്തു വിട്. പിന്നെ ഇനിയും വേണം എല്ലാവരോടും ഒന്ന് വിളിച്ചു പറയാം. എടാ പണ്ട് പാറവരമ്പത്തിലൂടെ ഒരു ഓലക്കുടയുമെടുത്ത് ചെറുഞാറു നടന്നൊരു കാല് തന്നുമോടി നടന്നൊരു പെണ്ണെ, കയ്യിൽ കരിവളയിട്ട് കണ്ണിൽ കൺമഷി കൊണ്ടു വരച്ച് പിന്നെ മാമോടിയൊക്കെ വിരിച്ച് നല്ല പേരുള്ള പാവാടയിട്ട് പാടന്റെ പാട്ടിൽ നിന്നും താളം പിടിക്കും പെണ്ണ്, താളത്തിനൊത്ത് നല്ല ചൂട് വച്ചിടും. പാടത്തിൻ ദൂരത്തവൾ എന്നും ഇരിക്കും തെച്ചി പൂവ് പറിക്കാനായി മെല്ലെ നടക്കും. പലകാലം കയ്യിലെ കാണാൻ മാതമരത്തിനാവില് നിന്ന് ആരുമറിയാതെ അവളെന്നും മെല്ലെ നോക്കിയിടും, പിന്നെ പുഞ്ചിരി തൂകിയിടും. പണ്ട് പാടവരമ്പത്തിലൂടെ ഒരു ഓലക്കുടയും എടുത്ത് ചെറുഞാറ് നടന്നൊരു കാല തന്നോടി നടന്നൊരു പെണ്ണെ, കയ്യിൽ കരിവളയിട്ട് കണ്ണിൽ കൺമഷി കൊണ്ട് വരച്ച് പിന്നെ വാമുടിയൊക്കെ വിരിച്ച് നല്ല ചീരുള്ള പാവാടയിട്ട് ആ തോട്ടത്തുള്ളൊരു കൈതോലക്കൂട്ടത്തിൻ മരത്തിൻ തൊട്ടിലിരിക്കണ ദേവിക്ക് ചാത്തുവാൻ പൂകൾ കൊണ്ടുപോയോ പെണ്ണെ, പൂകൾ കൊണ്ടുപോയോ. അതുക്കോ ആ പലിശക്കാരി അമ്പിളി മാഡം വരുന്നുണ്ട്. എവിടെ? അതുകൊണ്ട് അങ്ങോട്ട് നോക്കിയേ. കഷ്ടകാലത്തിന് അവരുടെ കയ്യിൽ നിന്ന് 10 രൂപ പലിശയ്ക്ക് 1 ലക്ഷം രൂപ കടമെടുത്തിരുന്നു. രണ്ടാമത്തെ മോളെ കെട്ടിച്ചു വിടാൻ വാങ്ങിയ കാശ. കുറെ കാശ് കൊടുത്തു. കടലിൽ കായം കലക്കുന്നത് പോലെ എന്നെ കണ്ടാൽ അവർ തോന്നുന്നതെല്ലാം വിളിച്ചു പറയും. ഞാൻ പറഞ്ഞു, ഞാനിവിടെ ഇല്ലെന്ന് പറഞ്ഞേക്കണേ. അബ്ദുക്ക സമാധാനമായിട്ട് എവിടെയെങ്കിലും പോയി വിളിക്കേ, അവരെ ഞാൻ പറഞ്ഞു വിട്ടോ. എന്നാ ഞാൻ പോട്ടിടാം. ആ അബ്ദുക്ക ധൈര്യമായിട്ട് പോകും. അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ ഞാൻ എന്തൊരു വിശപ്പ്. എന്റെ ദൈവമേ, കാശില്ലാതിരിക്കുകയായിരുന്നു. നീ എനിക്ക് നേർവഴി കാണിച്ചു തന്നു. ആളിവിടെ ഇല്ലേ? ഇല്ല മാഡം, കട എന്നെ ഏൽപ്പിച്ച് ആശുപത്രി പോയിരിക്കുക ഭാര്യയെ കാണിക്കാൻ. ആ കൊള്ളാം, കള്ളനെയാണല്ലോ കാവലേൽപ്പിച്ചത്. മകളുടെ കല്യാണത്തിന് സ്വർണ്ണമെടുക്കാൻ വാങ്ങിയ പണമാ. പലിശയുടെ പലിശയും കയറി കുടിശ്ശിക 2 ലക്ഷമായി. ഇന്ന് തരാം നാളെ തരാമെന്നും പറഞ്ഞ അയാൾ എന്നെ പറ്റിച്ചോണ്ടിരിക്കുക. പലിശക്കാരി മാഡം ഇന്ന് പോയിട്ടൊന്ന് നാളെ വാ. പിന്നെ മാഡത്തിന് അയാളെ കാണണമെന്ന് നിർബന്ധമാണോ? അയാളെ കണ്ടിട്ടേ ഞാൻ പോകും. ഞാനൊന്ന് തീരുമാനിച്ചാലേ അത് നടപ്പാക്കും. അതാണ് ഈ പലിശക്കാരി അമ്പിളി. അതെ,
ഞാൻ അയാളെ കാണിച്ചു തന്നാൽ എനിക്ക് വല്ലതും തരുമോ? നിനക്കൊന്നും തരത്തില്ലടാ. അയാളെ കണ്ടുപിടിക്കാൻ എനിക്ക് ഒരു പ്രയാസവും ഇല്ല. എന്നാ കണ്ടുപിടിക്കാം. അബ്ദുവേ, നീ ഒളിച്ചിരിക്കണ്ട കേട്ടോ. എടാ, ഞാൻ ഗുണ്ടകളെ കൊണ്ടൊരു വരവുണ്ട്. ഗുണ്ടകളെ ഒന്നും കൊണ്ടുവരണ്ട, ഞാൻ കാണിച്ചേക്കാം. എനിക്ക് എന്ത് തരും? എന്തു വേണം? അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല, എനിക്കൊരു 100 രൂപ തരണം. ആ, എന്താ അയാൾ എവിടെയാ? കാണിക്ക്. ഞാനാ പറഞ്ഞതെന്ന് പറയല്ലേ. ദോ ആ ഗ്യാസ് കുറ്റിയുടെ പുറകെ ഇരിപ്പുണ്ട്. എടോ അബ്ദുവേ, ഒളിച്ചിരിക്കണ്ട. താൻ ഇങ്ങോട്ട് ഇറങ്ങി വന്നേ. എടോ, വരാനാ പറഞ്ഞത്. ചേട്ടാ, ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ. അപ്പോ ആ കള്ളൻ പൗത്രൻ എന്നെയും പറ്റിച്ചു. ആ കള്ളംപൗത്രൻ ഇതുവഴി കാണാൻ വന്നായിരുന്നോ? ഇല്ലേ മോനെ? ഇല്ലേ? ഈ ഭാഗത്തേക്കാണല്ലോ വന്നത്. അവനെ ഒന്ന് കസ്റ്റഡിയിൽ എടുത്തില്ലെങ്കിൽ നാളത്തെ തായ്പൂയത്തിന് അവൻ പ്രശ്നമുണ്ടാകും. ഒരു കല്യാണ വീട്ടിൽ കള്ളം കയറിയതായി ഒരു പരാതി കിട്ടിയിട്ടുണ്ട്. അവനാണോ എന്നൊരു സംശയം. സാറേ, ആ കടയ്ക്കാവോ ഒന്ന് പരിശോധിച്ചിരും. എടോ, ഇവിടെ ഒളിപ്പിച്ചിട്ടില്ലല്ലോ. അവനെ ഒളിപ്പിച്ചിട്ട് എനിക്ക് എന്തോ നേടാനായ മോനെ. കിട്ടിയ കൈയോടെ പിടിച്ചു തരാം. താൻ മദ്യപിച്ചിട്ടുണ്ടോ? ഇല്ലേ മോനെ, എനിക്കങ്ങനെ ശീലമില്ല. എടോ, തന്നെ മറമടിക്കുന്നുണ്ടല്ലോ. അവനെ കണ്ടു കഴിഞ്ഞാൽ സ്റ്റേഷനിൽ വിവരം അറിയിക്കണം കേട്ടോ. അറിയിക്കാമേ. കുറച്ച് നാളായി അവൻ ഞങ്ങളെ വട്ടം കറക്കിക്കൊണ്ടിരിക്കുക കേട്ടോടാ. ഓ പടച്ചോനെ, എല്ലാ കേസും വന്നു കയറുന്നത് ഇങ്ങോട്ട്. ആ കൈമത്തക്കാരി പറഞ്ഞത് സത്യമായി തീരണേ പടച്ചോനെ. ഒരുപാട് കടകളുണ്ട്. 3 മക്കളെ കെട്ടിച്ചയച്ചതിൻ്റെ ബാധ്യത ഇതുവരെ തീർന്നിട്ടില്ല. ഒരു മോളെ കൂടി കെട്ടിച്ചു വിടാനുണ്ട്. വീടും പറമ്പും പണയത്തിലാണേ. കാത്തോണേ. എന്താണ് മോനെ? എന്താ ഷെരീഫേ, നീ കാര്യം പറ. പറയാം ബാപ്പ, വീട്ടിലോട്ട് വാ. എടാ, ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റിയോടാ മോനെ? വാ പറയാം. എല്ലാം ഒന്ന് പറക്കി വെച്ചിട്ട് വരാമടാ. ഇപ്പൊ വേണ്ട, വാ ബാപ്പ. വാപ്പ വരുന്നുണ്ട്. അയ്യോ, എന്താ എന്താ ഉണ്ടായേ? അതിക്ക മോനെ കബീർ, നീ പറ പാപ്പാനോട്. ഉമ്മ പറ. എന്റെ മക്കള് പറയുമ്മ. ഇക്ക, നിങ്ങൾ എന്താ ഉരുണ്ട് കളിക്കണേ? ആരെങ്കിലും ഒന്ന് പറ. ഞാൻ പറയാം ഇക്ക. പറയണേ, എന്തായാലും ഞാൻ സാധിച്ചോളാം. ഇക്ക, ഒരു താറാവിനെ മേടിച്ചില്ലേ? അതെ, ഒരു പൂവൻ താറാവിനെ. അതിനെ കള്ളപ്പൗത്രൻ അടിച്ചോണ്ട് പോലും പോയോ? ഇല്ല. കറി വെച്ചോ? അതിനെ ഞാൻ വളർത്താൻ മേടിച്ചതാ. അത് പൂവൻ താറാവല്ല പാപ്പ, പെടയാ. അതൊരു മുട്ടയിട്ടു. ഇത് പറയാനാണോ എന്നെ കടയിൽ വിളിച്ചിറങ്ങിക്കൊണ്ട് വന്നത്? അത് സാധാരണ മുട്ടയല്ലിക്ക. പിന്നെ സ്വർണ്ണ മുട്ടയാ. ഓടി ഇന്നാ. യോ, സ്വർണ്ണ മുട്ടയോ? നോക്കട്ടെ, ഒന്ന് അരിച്ചു നോക്കട്ടെ. സ്വർണ്ണമാണ് മക്കളെ. അയ്യോ അയ്യോ, ഞങ്ങളുടെ താറാവ് സ്വർണ്ണമുട്ടയുണ്ട്. വിളിച്ചു പോവാതെ നാട്ടുകാരറിയും. പാപ്പ, ഞാനതിന്റെ വയറ്റിൽ തപ്പി നോക്കി, നിറയെ മുട്ടകളാ. നീ ഞങ്ങളുടെ കഷ്ടപ്പാട് കണ്ടു. പുറത്തൊരു കുഞ്ഞു മാറിയരുത്. ഉമ്മ ശ്രദ്ധിച്ചോണം, ഞങ്ങൾക്ക് പേര് ഉമ്മയ. എന്ത് കിട്ടിയാലും ഞാനിതോട് പറയാതെ ഉമ്മയ്ക്ക് ഉറക്കം വരത്തില്ല. നീ പോടാ. നമ്മളെ രക്ഷപ്പെട്ടു മക്കളെ. ആ തട്ടുകട മാറ്റി ഒരു വലിയ ഹോട്ടൽ വെക്കണം. അവിടെ ഒരു ബോർഡ് വെക്കണം, അബ്ദു മെമ്മോറിയൽ ഹോട്ടൽ ആൻഡ് ടീ ഷോപ്പ്. എന്തോ ബാപ്പ മരിച്ചോ? ഈ മരിച്ചവർക്ക് മെമ്മോറിയല്? അയ്യോ ക്ഷമിക്കുക. അതെ, ഞാനൊരു പേര് പറയാം,
അബ്ദുക്കന്റെ തട്ടുകട. അത് കൊള്ളാം. എന്നാമിനാ മോളെ ആർഭാടമായി നിറയെ പൊന്നുകൊണ്ട് പൊതിഞ്ഞ് കെട്ടിച്ചു വിടാം. ആദ്യമേ ഈ ഇടിഞ്ഞു പൊളിഞ്ഞ കൂര മാറ്റിയിട്ട് ഒരു 2 നില വീട് പണിയാം. എല്ലാം ശരിയാകും. നമ്മുടെ താറാവ് ഇവിടെ പൊന്മുട്ട ഇടുന്ന താറാവ് നിൽക്കുന്നു. പാവാട വേണം, മേലാട വേണം, പാവാട വേണം, മേലാട വേണം, പഞ്ചാരപ്പനങ്കിരിക്ക് ഇക്കാന്റെ കരളെ ഉമ്മാന്റെ പൊരുളെ താഴെ നീ നമ്മക്ക്. പാവാട വേണം, മേലാട വേണം, പഞ്ചാരപ്പനങ്കിരിക്ക് ഇക്കാന്റെ കരളെ ഉമ്മാന്റെ പൊരുളെ താഴെ നീ നമ്മക്ക്. കിതാബ് പഠിച്ച് ഉദ്യോഗം ഭരിച്ച് സുൽത്താന്റെ ഗമീൽ വരും. കിതാബ് പഠിച്ച് ഉദ്യോഗം ഭരിച്ച് സുൽത്താന്റെ ഗമീൽ വരും. അബുദാബിക്കാരൻ പുതുമണവാളൻ നിക്കാഹിനൊരുങ്ങി വരും. ഓൻ വീട്ടുമ്പോ പറന്ന് വരും. അബുദാബിക്കാരൻ പുതുമണവാളൻ നിക്കാഹിനൊരുങ്ങി വരും. ഓൻ വീട്ടുമ്പോ പറന്ന് വരും. പാവാട വേണം, മേലാട വേണം, പഞ്ചാരപ്പനങ്കിരിക്ക് ഇക്കാന്റെ കരളെ ഉമ്മാന്റെ പൊരുളെ താഴെ നീ നമ്മക്ക്. എടുത്തേടി ഒടുക്കത്തെ വെയില വരുന്നടി. നമുക്ക് ഈ തണല് നോക്കി ഇവിടെ ഞങ്ങൾ ഇരിക്കാം. പണി തീരാനുണ്ട്. വെറുതെ അല്ല തൊഴിലുറപ്പ് പെണ്ണുങ്ങൾ മടിച്ചുകളാണെന്ന് പറയുന്നത്. ഇടിച്ചു തന്നെ ആ വാത്തലവണ്ടന്റെ തലയിലെ പേനൊന്ന് നോക്കിയേ. ചേച്ചി അറിഞ്ഞോ? വലിയ പറമ്പിലെ സുകുമാരന്റെ മോളെ ഒരു കിളിയുടെ കൂടെ പോയി. എന്നാ കിളിയാടി? വണ്ടിയിലെ കിളി അല്ലാതാരാ? ചേച്ചി അവൻ പോകുന്ന ലൈൻ ബസ്സിൽ അവളെന്നും കോളേജിൽ പോകുന്നത്. ഇപ്പൊ രണ്ടും കൂടെ അങ്ങ് ഒളിച്ചോടി. ഓരോ പിള്ളേരുടെ പോക്കേ. ഇപ്പൊ നല്ല സൗഹൃദമൊന്നും ഇല്ലെന്നേ. എല്ലാം പോണി തോണ്ടിയിരുന്നുണ്ടാക്കും. എടി പെണ്ണുങ്ങളെ, എന്റെ വരുന്നുണ്ടടി ആ കാലമാണ് സൂപ്പർവൈസർ സുന്ദരൻ പിള്ള. ഞാൻ കണ്ടു എല്ലാം കൂടെ കുത്തിയിരുന്ന് സ്വറ പറയുന്നത്. ഓ എന്തൊരു ശുഷ്കാന്തി. ദേവിയമ്മോ ഓ ഇങ്ങനെ പെട്ടല്ലേ മണ്ണിൽ വീണു. അന്നമ്മോ എന്നാ സാറേ? മേലെ നനയട്ടെ. ഓ ഗീതക്കൊച്ചേ എന്തോ എന്താ ഒരു വല്ലാരിയാ? ഇന്നലെ ഉറങ്ങിയില്ലല്ലോ? ഒന്ന് പോ സാറേ. ഉറങ്ങിക്കാണില്ലെന്ന് എനിക്കറിയാം. കെട്ടിയവൻ ഇന്നലെ ലീവിവെന്ന് ഞാൻ അറിഞ്ഞു. പോ സാറേ. എടി മറിയാമേ, എന്താണ് നിന്റെ ഒരു മറിമായം? മണ്ണിങ്ങോട്ട് മറിച്ചിട്. സുകന്യമോളെ, എന്താ നിനക്ക് വയ്യായോ? വയ്യ സുന്ദര സാറേ. ഈ അഴകത്തെ ശരീരം ഇങ്ങനെ വെയില് കൊള്ളിക്കരുതേ, നീ വാടിപ്പോവും. നല്ല തണല് നോക്കി ചെത്തിയാ മതി കേട്ടോ. മോളെ വീർക്കുന്നുണ്ടല്ലോ. ഞാൻ ഉപ്പിത്തരാം. ഒപ്പട്ടെ. മര്യാദക്ക് ജോലി നേടി. അവിടെ ഒരു ശൃംഗാരം. അതെ, നമ്മുടെ കഥയിൽ വന്നില്ലോ ഇന്ന്? ഓ കുറേ ദിവസമായി സാറേ അവള് വന്നിട്ട്. ശരി ശരി, ഞാൻ വരുവേ. ദേവിയമ്മോ ഓ ഒന്ന് ശ്രദ്ധിച്ചോണേ.
കൂട്ടത്തിൽ നിങ്ങളെ ഉള്ള എനിക്ക് വിശ്വാസം. നിങ്ങളായിട്ടാ അയാൾക്ക് എന്നെയാണ് വിശ്വാസം. നിങ്ങൾ വാടി പെണ്ണുങ്ങളെ, നമുക്ക് ഇവിടെ ഇരിക്കാം. പറഞ്ഞ പോലെ നമ്മുടെ ഖദീജയൊക്കെ ഈയിടെ കാണാനേ ഇല്ല. നീ അറിഞ്ഞില്ലേടി, അവർക്കെന്തോ ലോട്ടറി അടിച്ചെന്നാ പറയുന്നേ കേട്ടത്. ഒരു വലിയ വീടും വസ്തുവും വാങ്ങി തട്ടുകട മാറ്റിയിട്ട് ഹോട്ടൽ പണി വാങ്ങി. വല്ല നിധിയോ വല്ലതും കിട്ടിയതാണോ? ശരിയാ, ഖദീജക്ക ഇപ്പൊ വീറും വൃത്തിയായിട്ട് നടക്കുന്നുണ്ട്. അവർക്ക് 100 ആയുസാ. ദോ വരുന്നു ഖദീജക്ക. ഒന്ന് ചോദിക്കണേടി, ഇത്രയും സമ്പത്ത് ഇത്ര പെട്ടെന്ന് എന്തിനു കിട്ടിയെന്ന്? ആ വരവ് കണ്ടോ? ഇതുവരെ ഇല്ലാത്ത ഒരു നടപ്പും കേമേ. നിന്നെ ഇങ്ങോട്ടൊന്നും കാണുന്നില്ലല്ലോടി. എന്താടി വീട്ടിലിത്തിരി സൗകര്യം വന്നപ്പോ നീ ഞങ്ങളെയൊക്കെ അങ്ങ് മറന്നോ? അങ്ങനെ നിങ്ങളെയൊക്കെ മറക്കാൻ പറ്റുമോ? നീ ഇനിയും പണിക്ക് വരുന്നില്ലല്ലേ? ഇനി എന്തിനാ അവള് പണിക്ക് വരുന്നത്? ഇഷ്ടംപോലെ കാശായില്ലയോ? എത്ര ലക്ഷം ആടി ലോട്ടറി അടിച്ചത്? എന്റെ മറിയച്ചെടുത്തി ലോട്ടറി ഒന്നും അടിച്ചില്ല. പിന്നെ എവിടുന്നാടി ഈ കാശ്? പറയൊക്കെ എവിടുന്ന ഇത്രയൊക്കെ പണം? ഞാൻ പറയൂല, അത് രഹസ്യമാണ്. എന്നാലും ഞങ്ങളൊന്ന് അറിയട്ടെ. ആരോടും പറയരുതെന്നാ ഇക്കായും മക്കളും പറഞ്ഞിരിക്കുന്നേ. എന്നാലും ഒന്ന് പറയടി ഖദീജേ. ഞങ്ങളോട് പറഞ്ഞാൽ ഞങ്ങൾ ആരോടും പറയില്ല. നീ എന്നോട് പറ, ഞാൻ ആരോടും പറയില്ല. ദേവകി ചേച്ചിയോട് മാത്രം പറയാം. ഓ, ഞങ്ങൾക്കാർക്കും അറിയണ്ടേ? അറിഞ്ഞാൽ ഞങ്ങൾ പണക്കാരായി പോയാലോ? ശരിയാണ്, നിങ്ങൾ വാ, നമുക്ക് പണി ചെയ്യാം. ഇല്ലേലയുടെ വായിലിരിക്കുന്നത് നമ്മൾ കേൾക്കും. അതെ ദേവകി ചേച്ചി, ഇഞ്ഞു വന്നേ. ചേച്ചിയോട് മാത്രം പറയാം, ആരോടും പറയരുത്. ഞാൻ ആരോടും പറയില്ല, നീ എന്നോട് പറ. വാപ്പാ പറ, എന്നെ കെട്ടിച്ചു വിട്ടപ്പം വലുതായിട്ടൊന്നും തന്നില്ലല്ലോ. ഇപ്പൊ ഇമ്മിണി കാശായപ്പോ എന്നെ ഒന്ന് സഹായിച്ചാൽ എന്താ? മച്ചാനാണെങ്കിൽ മീൻ കച്ചവടം നിർത്തി. അതെ, എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്യണം. അതിനാ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. താറാവിടുന്ന ഒരു 3 മുട്ടയെങ്കിലും തരാതെ ഞങ്ങള് പോവില്ല. വേണ്ടടി, പോണ്ട, നീ ഇവിടെ നിൽക്ക്. അപ്പൊ ഞാനോ? ഇങ്ങനെ ഇടുന്ന മുട്ട എല്ലാം കൊടുത്താൽ എന്റെ കാര്യത്തിൽ എന്ത് ചെയ്യും? കബീറേ, നീ ഇതിലിടപെടണ്ട. ഞാൻ എന്റെ ബാപ്പയോടാ ചോദിച്ചത്. രഹസ്യമാക്കി വെച്ച കാര്യമാണ്. പുറത്തെല്ലാവരും അറിഞ്ഞു. ഓരോരുത്തർ സഹായം ചോദിച്ചോണ്ട് വരാൻ തുടങ്ങി. രഹസ്യമാക്കിയിരുന്ന കാര്യം പുറത്ത് എങ്ങനെ അറിഞ്ഞു? അല്ല, അതാണ് ഞാനും ചോദിക്കുന്നത്. ഈ പുറത്തെങ്ങനെ അറിഞ്ഞ്? കടം വാങ്ങി തിരിച്ചു കൊടുക്കാനുള്ളവരെല്ലാം വന്നു തുടങ്ങി. എൻ്റെ മക്കളെ, താറാവിടുന്ന മുട്ട നിങ്ങൾക്കൊന്നതാ. എന്തായാലും ഇട്ടുമുടൻ സ്വർണം ഇട്ട് എന്നെ കെട്ടിച്ചു വിടണം, ഞാൻ പറഞ്ഞേക്കാം. താറാവ് ഇന്നലെ ഇട്ട മുട്ട ആരെടുത്ത്? അത് ഞാനെടുത്ത് വെച്ച് പുതിയ ബുള്ളറ്റ് വാങ്ങാൻ അഡ്വാൻസ് കൊടുത്തു. അങ്ങോട്ട് നോക്കി, ആരണ്ടൊക്കെ വരുന്നുണ്ടല്ലോ. ചാനലാണെന്ന് തോന്നുന്നു. പടച്ചോനെ, എല്ലാരും അറിഞ്ഞു. ഒരു സ്വസ്ഥതയുമില്ല. ആ പഴയ തട്ടുകട തന്നെ മതിയായിരുന്നു. ഞാനിപ്പോൾ നിൽക്കുന്നത് പൊന്മുട്ടയിടുന്ന താറാവിന്റെ ഉടമസ്ഥൻ അബ്ദുൾ അസീസ് എന്ന അബ്ദുവിന്റെ വീട്ടുമുറ്റത്താണ്. പറയൂ, എന്നാണ് നിങ്ങൾ ഈ താറാവിനെ വാങ്ങിയത്? പറയാൻ മനസ്സില്ല. ക്ഷമിക്കണം, അദ്ദേഹം നമ്മളോട് സഹകരിക്കുന്നില്ല. അദ്ദേഹത്തിന്റെ ഭാര്യയല്ലേ നിങ്ങൾ? പേരെന്താണ്? ഖദീജ. ശ്രീമതി ഖദീജ എന്താണ് പറയുന്നതെന്ന് നമുക്ക് കേൾക്കാം. പറയൂ. സൗകര്യമില്ല ഇപ്പം പറയാൻ. ഞങ്ങൾക്ക് ഇച്ചിരി സൗകര്യം എന്താ? നിങ്ങളൊന്ന് പോവും. അങ്ങോട്ട് ക്ഷമിക്കണം, അദ്ദേഹത്തിന്റെ ഭാര്യയും അല്പം ഇടങ്ങേറിലാണ്. തൽക്കാലം താറാവിനെ നമുക്ക് ഇന്റർവ്യൂ ചെയ്യാം. താറാവിടെ ക്യാമറയ്ക്ക് പറയില്ലേ? താറാവിനെ എടുക്കട്ടെ. താറാവ് ഇവിടെ ഇല്ല, നിങ്ങൾ പോയി തരാമോ? താറാവിനെ കാണണ്ട, കടന്നു വയ്ക്കോ. ഇപ്പോൾ നമ്മളെ താറാവിനെ കാണാൻ അനുവദിക്കുന്നില്ല. ഇതിലൊരു ശക്തമായ രാഷ്ട്രീയ ഇടപെടലുണ്ട്. ഇന്ന് വൈകിട്ട് എൻകൗണ്ടറിൽ പൊന്മുട്ടയിടുന്ന താറാവിനെ കുറിച്ച് രാഷ്ട്രീയ നേതാക്കൾ ചർച്ചയിൽ പങ്കെടുക്കുന്നു. നമുക്ക് കാണാം. ഗുഡ് മോർണിംഗ്. ഞാൻ കൈപ്പള്ളി ജ്വല്ലറി ഉടമ അയ്യപ്പൻ. മിസ്റ്റർ അബ്ദു ഉണ്ടോ? വിളിക്കാം.
ഞാൻ കൈപ്പള്ളി. അറിഞ്ഞു. എന്താ? എന്ത് വേണം? നിങ്ങളുടെ സ്വർണ്ണമുട്ടയിടുന്ന താറാവിനെ വിൽക്കുന്നു. ഇല്ല, സാറിന് പോകാം. ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ക്ഷമയോടെ ഒന്ന് കേൾക്കുമോ? ഒന്നും കേൾക്കാനുള്ള മാനസികാവസ്ഥയല്ല എൻ്റേത്. നിങ്ങൾ വളരെ ടെൻഷനിലാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നിങ്ങളുടെ ടെൻഷൻ ഞാൻ കുറച്ചു തരാം. എന്താ പറയൂ. അതെ, ഞാൻ അറിഞ്ഞത് നിങ്ങളുടെ താറാവ് അപകട ഭീഷണിയിലാണെന്നാണ്. ഏത് സമയവും നിങ്ങൾക്കത് നഷ്ടപ്പെടാം. ആ താറാവിനെ വിലയ്ക്ക് തരുമോ? ഇല്ല. അതെ, ഞാൻ പറയുന്നത് നിങ്ങൾ വ്യക്തമായി കേൾക്ക്. ആ താറാവ് ഭാവിയിൽ ഇടാൻ പോകുന്ന മുട്ടകളുടെ എണ്ണത്തിന്റെ വില അനുസരിച്ച് ഞാൻ ഒരു വൻതുക തരാം. ആ താറാവിനെ എനിക്ക് തരുമോ? ഇല്ല, അതിനെ വിൽക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പെട്ടെന്നൊരു രോഗം വന്ന് ചത്തുപോയാൽ നിങ്ങൾ എന്ത് ചെയ്യും? കുഴിച്ചിടും. അതിനെ ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഞാൻ സഹിച്ചോളാം. ശരി, നിങ്ങൾ ആലോചിക്കും. ഒന്നും ആലോചിക്കാനില്ല. സാറൊന്ന് പോകാം. ശരി, നിങ്ങൾ തരണ്ട. ഒരു കാര്യം ഓർത്തു, നിങ്ങൾക്ക് ആ താറാവിനെ നഷ്ടപ്പെടും. ഓർമ്മയിരിക്കണം. അയാൾ പറഞ്ഞത് എന്താണെന്ന് അറിയാമോ കഥയ? നമ്മുടെ താറാവ് നമുക്ക് നഷ്ടപ്പെടുമെന്ന്. ഞാൻ എന്ത് ചെയ്യണമെന്റെ കഥയ? ഇപ്പൊ തോന്നുക, ഈ ധനമൊന്നും വേണ്ടായിരുന്നു. ആ പഴയ തട്ടുകട മതിയായിരുന്നു. നമുക്കതിനെ കിട്ടുന്ന വിലയ്ക്ക് വിൽക്കാം. മനുഷ്യന് സമാധാനമാണല്ലോ വലുത്. ബാപ്പ, ഫോണിൽ ആരോ വിളിക്കുന്നു. ആരാ മോളെ? പേരറിയില്ല. ഹലോ ഹലോ, ആരാ? ഹലോ, അബ്ദു അല്ലേ? അതെ, ആരാ? നിങ്ങളുടെ കസ്റ്റഡിയിലുള്ള സ്വർണ്ണമുട്ടയിടുന്ന താറാവിനെ ഇന്നു രാത്രി 12:30 നിങ്ങളുടെ വീട്ടുപടിക്കലെ മതിലിന് സമീപം കൊണ്ടെത്തിക്കണം. ഇല്ലാത്ത പക്ഷം നിങ്ങളുടെ വീടിനുള്ളിൽ ഒരു ബോംബ് പൊട്ടിയിരിക്കും. താനും തന്റെ കുടുംബവും അതിൽ വെന്തു വെണ്ണീറാകും. മക്കളെ, എല്ലാരും രക്ഷപ്പെട്ടോ? നമ്മുടെ വീടിന് ബോംബ് ഭീഷണിയുണ്ട്. നമ്മുടെ താറാവും നമ്മൾ മരിച്ചു പോകും. എല്ലാരും രക്ഷപ്പെട്ടോ? ഒറ്റ മാർഗമേ ഉള്ളൂ. കഥയ, എന്റെ മക്കളെ, നമുക്ക് താറാവിനെ കൊന്ന് മുഴുവൻ മുട്ടകളും എടുത്ത് നമുക്ക് രക്ഷപ്പെടാൻ നോക്കാം. ഇല്ല, നമുക്ക് രക്ഷപ്പെടണം. ഞാൻ കൊല്ലാം താറാവിനെ. ഞാൻ കൊല്ലാം. ഞാൻ കൊല്ലാം. ഞാൻ കൊല്ലാം. നീക്കും മക്കളെ, പാപ്പയുടെ ഇഷ്ടം പോലെ ചെയ്യട്ടെ. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയല്ലേ. കൊന്നു. നമ്മുടെ ഐശ്വര്യമായ താറാവിനെ ഞാൻ കൊന്നു. നാളെ ഈ നാട്ടുകാർ പറയും, അത്യാഗ്രഹം മുത്ത് സ്വർണ്ണമുട്ടയിടുന്ന താറാവിനെ കൊന്നെന്ന്. എന്റെ മക്കള് പറ, അത്യാഗ്രഹം കൊണ്ടാണോ അബ്ദു താറാവിനെ കൊന്നതെന്ന്? എന്റെ കുടുംബത്തിന്റെ ജീവൻ രക്ഷിക്കാനാണ് ഞാൻ താറാവിനെ കൊന്നത്. ഇനിയുടെ നിൽക്കട്ട, അവർ ബോംബ് വെക്കും മക്കളെ. നമ്മൾ ചിതറി തെറിക്കും. നമുക്ക് എങ്ങോട്ടെങ്കിലും ഓടിപ്പോകാം. ഞാനൊരു സ്വപ്നം കണ്ടു. എന്ത് സ്വപ്നം? പൊന്മുട്ടയിടുന്ന താറാവിനെ. അതെ, അതിനെ കൊണ്ട് നമ്മൾ പണക്കാരായ സ്വപ്നം. അത് കൊള്ളാലോ. ആ സ്വപ്നം എന്നെ ഒരു പാഠം പഠിപ്പിച്ചു. അധ്വാനിക്കാത്ത പണം ഉണ്ടാക്കിയാൽ പ്രയോജനപ്പെടില്ല. ഒരിക്കലും സമാധാനം കിട്ടുകയില്ല. മക്കളെ, നമുക്ക് ആ അബ്ദുക്കാന്റെ തട്ടുകട മതി. ഇവിടെയാണ് സമാധാനവും സന്തോഷവും കിട്ടുക. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് അടിച്ചു പൊളിക്കാം.
പുതിയൊരാവേശം പടയുടെ ഭൂമിബലം തരും തരും ജയ പേരികളും കാഹളവും ദേശീയ ഗാനം കൂടി പാടിയിട്ട് പോകാവൂ. അങ്ങനെ ഇന്നത്തെ പരിപാടി വൻ വിജയമായിരുന്നു.